Hi guys, welcome to my another episode of vlog. Guys, Ara flashback. Hi guys. Line cut. ഹോസ്പിറ്റലിലാണ് ഗൈസ്. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. യെസ് ഗൈസ്, ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഗൈസ് വരുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. ബിസി, അതിൻ്റെ കാര്യങ്ങൾ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറ്റം, അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇപ്പോഴാണ് ഗൈസ് ഞാൻ വരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാം, സംസാരിക്കാം. കൈ വേദന ഗൈസ്, നടുവൊന്നും ഉളുക്കി ഗൈസ് ഇന്നലെ, അതുകൊണ്ടാണ് ഗൈസ്. സോ ഇന്ന് ഞാൻ വന്നത് എന്തിനായിരിക്കും, ഞങ്ങളൊരു വണ്ടി എടുക്കുന്നു ഗൈസ്. സോ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അടുത്തൊരു വണ്ടി എടുക്കണം, സ്കൂട്ടർ എടുക്കണം. ആ സ്കൂട്ടർ എടുത്തിട്ട് പോയി അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള അവസരം എനിക്കില്ല ഗൈസ്. കിളിമാനൂർ വരെ ആയതുകൊണ്ട് എൻ്റെ മമ്മി എന്നെ വിട്ടില്ല ഗൈസ്. സോ എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു അവരിങ്ങോട്ട് ഡെലിവറി ചെയ്യും ഗൈസ്. സോ ഒരു 2-3-4 ആഴ്ചക്കകം എക്സൈറ്റ്മെൻറ്റിനകം ഇന്ന് അവർ എൻ്റെ വണ്ടി ഡെലിവറി ചെയ്യുകയാണ് ഗൈസ്. യെസ്. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മളെ കോൾ ചെയ്യും. സോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കണ്ടയോ എൻ്റെ വണ്ടി? എനിക്ക് തുണി പൊക്കാനേ പറ്റിയില്ല. ദാറ്റ് മീൻസ് മറ്റേ ആ തുണിയെ ഓക്കെ ഗൈസ്, ഒരുപാട് ബിസിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കം ചെയ്തു. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ ഇനി വരുന്ന ദിവസങ്ങൾ എന്നെ കാണാം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. നമുക്ക് ഓരോ എക്സൈറ്റ്മെൻറ്റും ചേട്ടനോട് ചോദിക്കാം. ചേട്ടനെ വിളിച്ച് ചോദിക്കാം, ചേട്ടു എങ്ങനെ പറയുന്നു എന്ന് നമുക്കിങ്ങനെ ചേട്ടനോട് ചോദിക്കാം. 2 വാക്ക് ചേട്ടനോടും കൂടെ ചോദിക്കാം. നമുക്ക് ചോദിക്കാം ഗായ്സ്, നിൽക്കേ. ചേട്ടനോട് വിളിച്ചിട്ട് 2 വാക്ക് നമുക്ക് ചേട്ടനോടത്തും കൂടെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിഖിൽ സേവ് ചെയ്യും ഗൈസ്. യാ, ഹീ ഈസ് ഓൺ ലൈവ്. സോ ഹീ ഈസ് ഓൺ കോളിംഗ് മാൻ. കോളിംഗ് ആണല്ലോ. ഫെയിൽഡ്. ഹൗ ദാറ്റ് ഇതാരാ? നിലയുടെ 2 അഭിപ്രായം പറ. നീല നമ്മുടെ വണ്ടി എടുക്കുന്നതിനെ പറ്റി 2 അഭിപ്രായം പറഞ്ഞോളാ. എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് ഓരോരുത്തരെ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാമേ. ഓക്കെ ഗൈസ്. രേവതിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് മൊത്തം ഭയങ്കര സബ്സ്റ്റിറ്റ്യൂഷൻ പരിപാടികളായിട്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ചോദിക്കാം. എന്നാലും 2 വാക്ക് മമ്മയോട് ചോദിക്കാം. എന്തുവാ വണ്ടിയെ പറ്റി 2 വാക്ക്? വണ്ടി എന്റെയാണ്, വണ്ടി എന്റെ സ്വന്തം വണ്ടിയാണ്. മമ്മ എക്സൈറ്റഡ് ആണോ വണ്ടി കാണാൻ? വണ്ടിയാണ് എക്സൈറ്റഡ് ഇല്ല എനിക്കറിയാം. എന്തറിയാം? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച മമ്മി പറഞ്ഞു ചുമ്മാ അതായത് എൻ്റെ വണ്ടി എന്ന് പറയാം മമ്മി. ഗൈസ് മമ്മി പറയുന്നത് മമ്മിയുടെ വണ്ടിയാണെന്ന് ഗൈസ്. അല്ല ഗൈസ്, ഇത് എൻ്റെ വണ്ടിയാണ് ഗൈസ്. ഇത് എൻ്റെ വണ്ടിയാണ് ഗൈസ്, മമ്മിയുടെ വണ്ടിയല്ല ഗൈസ്, ഇത് എൻ്റെ വണ്ടിയാണ്. ഓൺ ദ വേ ആണ് ഗൈസ്. സോ വെയിറ്റിംഗ്, ഐ എം സോ എക്സൈറ്റഡ് ടുഡേ. ചോദിക്കാം വണ്ടി, അവൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നാൽ നമുക്ക് രേവതിയോട് ചോദിക്കാം എങ്ങനെയാണ് വണ്ടിയെക്കുറിച്ച് കാണുന്നതെന്ന്. ഗൈസ് നോക്കാം. ഗൈസ് എടീ 2 വാക്ക് പറയൂ, വണ്ടിയെ പറ്റി 2 വാക്ക് പറയൂ. നമ്മൾ വണ്ടിയിൽ നിന്ന് ഡെലിവറി ആവും. സോ ഫീഡ്ബാക്ക് പറയൂ, 2 വാക്ക് പറ. ഫീഡ്ബാക്ക് രേവതിയാണ് ഗൈസ്. രേവതി ഫീഡ്ബാക്ക് പറയാം ഗൈസ്. ഇപ്പോൾ 2 വാക്ക് പറ. എടാ വണ്ടിയെ കുറിച്ച് പറയടാ, നമ്മുടെ വണ്ടി ഇന്ന് വരുന്നതിനെ പറ്റി. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. സന്തോഷത്തിലാണോ നീ?
ഞങ്ങള് കാത്തിരുന്ന് ഏറ്റുന്നിട്ടാണ് ഞങ്ങളുടെ വണ്ടി ഇന്ന് വരുന്നത്. യെസ്. ഇനി എന്താ ഞങ്ങളുടെ ട്രിപ്പ് വേറെ ലെവലിൽ. ഓക്കെ ഗൈസ്, അവളെ സന്തോഷം നിങ്ങൾ കണ്ടില്ലയോ? വേറെ വല്ലതും ഉണ്ടോടാ? ബൈ കൊടുക്കടാ, ബൈ ബൈ. ടാറ്റ പറ, ബൈ പറ. എടാ ബൈ പറയാൻ, ബൈ. ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലൈനിൽ വന്ന് ചേട്ടന് നോക്കാം. ഓക്കെ, ലൈനിൽ വന്നിട്ടുണ്ട് ചേട്ടു. ഗൈസ് നമുക്ക് ഈ മമ്മയുടെ ഫോൺ ഭയങ്കര ഈ നടുക്കിത് വരുന്നുണ്ട്. ചേട്ടൻ 2 വാക്ക്. ചേട്ടൻ നമ്മുടെ വണ്ടി ഇന്ന് ഡെലിവറി ആവും, അതിനെപ്പറ്റി 2 വാക്ക് പറയാനുണ്ടെങ്കിൽ പറയാൻ വേണ്ടി വിളിച്ചതാണ്. വണ്ടിയെക്കുറിച്ച് 2 വാക്ക്. ഗൈസ്, ചേട്ടു നേരത്തെ നമുക്ക് ഇതില്ലായിരുന്നു, നെറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് ചേട്ടു വന്നിരിക്കുന്നത് ഗൈസ്. നമുക്ക് നോക്കാം, ചേട്ടന് 2 വാക്ക് നമുക്ക് നോക്കാം. വണ്ടി കാണാൻ എക്സൈറ്റഡ് ആണോ നീ? വണ്ടി ഇപ്പോൾ ഡെലിവറി ആവും, 2-10 മിനിറ്റിനകം വണ്ടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടു എക്സൈറ്റഡ് ആണോ? ചേട്ടു 2 ഫീഡ്ബാക്ക് പറ, എനിക്കിത് ഇടാനുള്ളതാ. ചേട്ടു എന്നെ വീട്ടില്ല, ചേട്ടു കിളിമാനൂർ എന്നെ വീട്ടില്ല. മമ്മി ഒരുങ്ങുകയാണ് വണ്ടി കാണാൻ. ഞങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ചേട്ടു 2 വാക്ക് പറയാത്തത് എന്താ? ഓക്കെ ഗൈസ്, നമ്മളെ ഉപേക്ഷിച്ച് പോയി ഗൈസ്. അവനിപ്പോൾ 2 വാക്ക് പറയാനില്ല, നാം വേറെ എവിടെ നിൽക്കുക. നിലമോൾക്കും ഒന്നുമില്ല പറയാൻ. എന്തു ചെയ്യാനാണ് ഗൈസ്? ഇനി എൻ്റെ പിങ്കിമോൾ അപമോനെ കണ്ടില്ല, അവർ വരട്ടെ. അവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക ഗൈസ്. 12:05 12:10 ഗൈസ് ബെല്ലടിക്കുന്നത്. സോ വെയിറ്റിംഗ് ദ സോൺ. യാ ഗൈസ്. ഗൈസ് ഇപ്പം ഗൈസ് നമ്മൾ എടാ നമ്മുടെ വണ്ടിയെ പറ്റി 2 വാക്ക് പറയണം. നമ്മുടെ വണ്ടി ഡെലിവറി ആവും ഗൈസ്. ഇവള് നമ്മുടെ 2 വാക്ക് പറയും ഗൈസ്. നമ്മുടെ വണ്ടി ഡെലിവറി ആവും, ഇതിനെ പറ്റി 2 വാക്ക് പറയൂ. ഏ അതെ, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും. അതായത് സ്വന്തം പൈസ വണ്ടി എടുക്കുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് മമ്മി ഇപ്പം അവിടെ ഓടി വരും. നമ്മളെല്ലാം വീട്ടുകാരുടെ ചെലവിൽ ജീവിക്കുന്നു. അതെ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് എന്റെ കൊച്ചിനെ അതെ സ്നേഹം അറിയിക്കുന്നു. പറഞ്ഞില്ല, നിനക്ക് 2 വാക്ക് വണ്ടിയെ പറ്റി പറയണേ പറ. നില പറ നീളേ, 2 വാക്ക് പറയടി ഇന്നോട്ട്. നമ്മുടെ വണ്ടിയെ പറ്റി 2 വാക്ക് പറയാൻ നിളാ ബേബി. ലൈക്ക് ഉറക്കം ഗൈസ്. നമ്മുടെ വണ്ടി എത്തി ഗൈസ്. തിരിച്ചെങ്ങനെ പോവും? എവിടെന്ന്? ബസ് വരും? എവിടുന്ന് അമ്മ ഇങ്ങനെ ഇവരിങ്ങനെ പോവമ്മ? ഇനി ഞാൻ വെച്ച് ഞങ്ങൾ ലോറിയിലാണ് കൊണ്ടുവരുന്നതെന്ന്. ഷോ എൻ്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നു. വേണ്ട, ഞാൻ കെട്ടി വെച്ചോളാം. അല്ല, ഞാൻ എടുത്തോളാം. നമ്മുടെ വണ്ടി വന്നു ഗൈസ്. ഇവനാണ് കൊണ്ടുവന്നത്. ഇവനേതാ? അവിടെ ആരോടൊന്നും പോകത്തില്ല. തങ്ങോടിസി 2 അഭിപ്രായം പറയാം നമ്മുടെ വണ്ടിയെ പറ്റി. അവിടെ വെച്ചോടാ. ഞാൻ വെച്ച് ലോറിക്കകത്താണ് കൊണ്ടുവരുന്നത്. ലോറിക്കകത്ത് ഇങ്ങനെ അവർ ഇതാക്കി. എൻ്റെ എക്സ്പെക്ടേഷൻ അതായിരുന്നു. പക്ഷെ നീ എൻ്റെ എക്സ്പെക്ടേഷൻ കളഞ്ഞു. മമ്മയുടെ അങ്ങനൊന്നും ഇല്ല. താക്കോലോടറാ. പിന്നെ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ആ ഓക്കെ. എന്തോ പറഞ്ഞ മിസ്സിങ് ആണല്ലോ. എന്താ കവറല്ലേ? ഓക്കെ. ആ വേറെന്താ മിസ്സിങ്? നീല മതിയായിരുന്നു ഹെൽമെറ്റ്. സോറിടാ. വെല്ല തങ്ങോണിച്ച് അവിടെ നോക്കുന്നു ഗൈസ്.
വ്ളോഗിൽ വരും നീ നാളെ എൻ്റെ വ്ളോഗില് ഇല്ല മമ്മ വരും ഇപ്പം ഗൈസ് നമ്മുടെ വണ്ടി കൊള്ളാം ഗൈസ്. ഞാൻ വിചാരിച്ച് ലോറി ആയിരിക്കും സത്യം. എൻ്റെ എക്സ്പെക്ടേഷൻ ലോറി വരുന്നു, ലോറിയിൽ ഇറക്കുന്നു. എന്താ യമഹയിൽ ഇല്ലാത്ത ഇത്രയും വലിയ യമഹ? കുഴപ്പമില്ല ഗൈസ്, യമഹ നല്ലതാണ് ഗൈസ്. റെയ്ഡ് 2 നോട്ട് ഇല്ല. നീ ഏതാ? നീയാന്നോ എൻ്റെ ഗൈഡർ? നികിതാന്ന് തന്നെ കേച്ച ടീച്ചർ ആരുടെ സൈൻ സൈൻ ഞാൻ തരും സൈൻ. എൻ്റെ പേരിലല്ലേ വണ്ടി, അപ്പം ഞാനിടും. ഞാനാ അമ്മ, എൻ്റെ പേരിലാണ് വണ്ടി. അമ്മ പേന എടുത്തിട്ട് വാ, ചേച്ചിയൊന്നുമല്ല അമ്മ, ആൻറ്റി. തല ജീവനുണ്ട്, ഇവൻ ചാവി തരാനാന്നോ? കൊള്ളാം അവിടെ വണ്ടി എങ്ങനെയുണ്ടടാ? വേണ്ട, നീ എന്തായാലും കിളിമാനൂരിൽ ഇവിടെ വരെ ഓടിച്ചല്ലോ. പെട്രോൾ ഉണ്ടോടാ? എത്ര വയസ്സുണ്ട് നിനക്ക്? എത്ര വയസ്സുണ്ട്? ചേച്ചിയാടാ 24. ടീച്ചറാ ഗൈസ്. ഇവൻ ലോറിക്കകത്തല്ല ഗൈസ് കൂടുന്നത്, എൻ്റെ എക്സ്പെക്ടേഷൻ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ നമുക്ക് വണ്ടി ഇങ്ങനെ പൊക്കാം. ഓക്കെ. അയ്യോ അച്ഛൻ വന്നില്ലല്ലോ. അച്ഛൻ കണ്ടേ? അച്ഛാ വാ, നമ്മുടെ വണ്ടിയെ പറ്റി 2 വർത്താനം പറയൂ. ഗൈഡൊക്കെ വെച്ചല്ലേ? എടാ ഇൻഡിക്കേറ്റർ ഇല്ലേടാ? കീ 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 കീ. അയ്യോ അടിപൊളി വണ്ടിയുടെ കൊള്ളാം. എന്താ പൊടിയൊക്കെ ആണല്ലോ. എത്ര നാളുണ്ട്? 2, 3, 4 ആഴ്ച കൊണ്ട് വണ്ടിയുടെ വെയിറ്റിങ്ങാ. കൊണ്ടുവന്ന് മമ്മി എന്തിനാ ഇത്ര ഒരിക്കൽ വന്നേ? ആണല്ലേ? ഈ മമ്മിയാടാ സമ്മതിക്കാഞ്ഞേ. തുണി വെക്കായിരുന്നു. ഈ ലോറിക്കകത്തല്ല കൈസ് കൊണ്ടുവന്നത്. ഞാൻ വേണമെങ്കിൽ തുണിയൊക്കെ പൊക്കിയേനെ, പക്ഷെ ഇവർ സമ്മതിച്ചില്ല കൈസ്. സോ നമുക്ക് ഇത് സൈൻ ഇടാൻ പേരിൽ എൻ്റെ പേരിലുള്ള വണ്ടി കാണിച്ചു കൊടുക്കൂ. നികിത തോമസ്. ഇതാണ് വണ്ടി. ഇതാണ് കൈസ് വണ്ടി. പേപ്പർ വളർന്നു തോന്നുന്നു ചേച്ചി. കസ്റ്റമർ ഫീഡ്ബാക്കോ? ഓ അത് തരണം. എന്താ ഒരു ഫീഡ്ബാക്കും ഇല്ല ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി ലോഞ്ച് ആയിരുന്നു ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം ലോഞ്ച് ആയിരുന്നു. സോ വണ്ടി നമുക്കിപ്പോൾ കാണാം. നോക്കൂ, നമ്മൾ സന്തോഷത്തിലാണോ ഗൈസ്? ഇനി നമുക്കൊരു വീഡിയോ എടുക്കണം ഗൈസ്. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? സൂപ്പർ. തങ്കുറിച്ച് വണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ പൈസ മുടക്കി വണ്ടി സൂപ്പർ.